അല്ലേട്ടോ ഒരു കാര്യം കൂടിയുണ്ട്. സ്കൂൾ തുറക്കാറായില്ലേ, കൊച്ചിന് ബാഗ് മേടിക്കണം കേട്ടാ. ബാഗ് എന്തിനാണ് മേടിക്കാൻ? കഴിഞ്ഞ ബാഗ് വീട്ടിൽ ഒരു കുഴപ്പമില്ല, പിന്നെ എന്തിനാണ് ബാഗ്? അതുകൊണ്ടാണ് ഞാൻ വേറെ ബാഗ് മേടിക്കാണ്ടിരുന്നത്. ബാക്കിയുള്ള സാധനങ്ങൾ മേടിച്ചല്ല. അവർക്ക് പുതിയ ബാഗ് വേണമെന്നാണ് പറയണത്. ബാഗ് ഇല്ലാതെ പഠിക്കാൻ പോകില്ലെന്നാണ് പറയണത്. പഴയ ബാഗ് ഒന്നും കൊച്ചുകൊണ്ടോന്ന് ഇരിക്കണമെന്നില്ലട്ടാ. സുമേ, ആ ബാഗിൽ കീറല വല്ലതൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഇതൊരു കുഴപ്പമില്ല, പുതിയ ഇരിക്കണത്. എന്റെ ചേട്ടാ, സ്കൂളിൽ എല്ലാ പിള്ളേരും പുതിയ ബാഗ് കൊണ്ടുവരും. അപ്പൊ കൊച്ചെങ്ങനെയാണ് പഴയ ബാഗ് കൊണ്ടുപോകണത്? 10-12 പിള്ളേരൊന്നുമില്ലല്ലോ, ആകെ ഒരെണ്ണല്ലുള്ളൂ. അതിനെല്ലാ കാര്യങ്ങളും മര്യാദക്കൊന്ന് ചെയ്തു കൊടുക്ക്. ഞാൻ നോക്കട്ടെ. 2 പണിക്കാർ കിട്ടാണ്ട്, അത് കെട്ടിക്കാണ്ട് പലർക്കാരെ പൈസ കൊടുക്കാണ്ട്. അതും കൊടുത്തിട്ട് ബാക്കി പൈസ ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ചു തരാം. പോരെ? മതി, മറക്കരുത്. ഞാൻ ഇല്ല, ഞാൻ ഇറങ്ങണം. ഞാനില്ലടാ. ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിലേ കൊച്ചിന് പുതിയ ബാഗ് മേടിക്കാം. ബാഗ് മേടിക്കണം എന്ന് പറഞ്ഞതാണ് എന്നെ പറഞ്ഞു വിട്ടാക്കണത്. അവിടെ നിങ്ങൾ പോയി കഴിക്കും ബിരിയാണിക്ക. വേറെ സാവാ. എന്നാ ശരി, ഞാൻ ഇറങ്ങണ്ട. ഇറങ്ങണ്ട. സുമേ, വളരെ സന്തോഷേ. വന്നേ. ചേട്ടൻ വന്നാ? എന്നിട്ട് വൈകി. പുതിയ ബാഗില്ലാന്ന് പറഞ്ഞ എന്റെ മോണിന് പഠിക്കാൻ പോകാതിരിക്കണ്ട. എന്നാ പുതിയ ബാഗ് മേടിച്ചിട്ടുണ്ട്. നോക്കി എങ്ങനെയുണ്ടെന്ന്. എനിക്കൊന്നും വേണ്ടി ഡോറ ബാഗ്. എനിക്ക് നറൂട്ടോന്റെ ട്രോളി ബാഗ് മതി. ആ ബാഗ് ഓടിച്ചെന്നാലേ ഞാൻ പഠിക്കാൻ പോകും. ഇത് ഞാൻ പഠിക്കാനേ പോകൂല. അയ്യോ, കൊച്ചിന് ഈ ബാഗ് ഇഷ്ടപ്പെട്ടില്ല. ചേട്ടനൊരു കാര്യം ചെയ്യും, ഈ ബാഗ് കൊണ്ടേ കൊടുത്തിട്ടേ അവർക്ക് ഇഷ്ടപ്പെട്ട ട്രോളി ബാഗ് എന്നാ നറൂട്ടേ എന്താന്ന് വെച്ചാൽ അത് മേടിച്ചിട്ടുണ്ടാ. എന്റെ എളുപ്പത്തിൽ പറഞ്ഞ് മാറ്റി മറ്റേ മേടിച്ചു കൊടുക്കാനായിട്ട്. എന്റെ സുമേ, പിള്ളേരെ വാശിക്കൊപ്പം നിന്ന് കൊടുക്കല്ല വേണ്ടത്. നിങ്ങൾക്ക് ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാറുന്നില്ലേ? ഇത് നല്ല ബാഗാണ്, ഇത് മതി എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാറുന്നില്ലേ? അതിന് പകരം പോയി മാറ്റി കൊടുക്കാൻ പറഞ്ഞത് ഞാൻ അവളുടെ സൈഡിൽ നിൽക്കാൻ ചെയ്യണത്. അതാണോ വേണ്ടത്? ഇന്ന് അവളുടെ വാശിക്കൊപ്പം നിന്ന് അവൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നില്ലേ, നാളെ വലുതാകും തോറും അവളുടെ ആവശ്യങ്ങൾ കൂടും, വാശിയും കൂടും. അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റൂല. അപ്പൊ എന്താണ് വേണ്ടത്? അച്ഛനമ്മമാരുടെ വരുമാനം അതെന്താണ്, എങ്ങനെയാണ് അവരുടെ കഷ്ടപ്പാടുകൾ, അതൊക്കെ മനസ്സിലാക്കി വേണം മക്കളെ നമ്മൾ വളർത്താനായിട്ട്. അവർ വാശി കാണിക്കുമേ അതിനെ പ്രോത്സാഹിപ്പിക്കല്ല, അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തെറ്റുകളെ തിരുത്തി നമുക്ക് കൊടുക്കും തോന്നും. അതാണ് വേണ്ടത്. എന്റെ വരുമാനത്തിന് ഈ ബാഗ് മേടിക്കാനേ എന്നെ കൊണ്ട് പറ്റുള്ളൂ, അല്ലാണ്ട് ട്രോളി ബാഗ് അതൊക്കെ മേടിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ടേ അവളുടെ വാശിക്ക് നിൽക്കാണ്ടേ ഞാൻ അവളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഇനിയെങ്കിലും നീ അവളുടെ വാശിക്കൊന്ന് സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നാൽ മതി.